നേർവീഥി നേർവീഥി നേർവീഥി. ഇവാഞ്ചലിസ്റ്റ് കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ ദൈവവചനം പങ്കുവയ്ക്കുന്നു. ശ്രദ്ധിച്ചാലും. യെശയ്യാപ്രവചനം 27-ാം അധ്യായം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും. അന്നാളിൽ യഹോവ കടുപ്പവും വലിപ്പവും ബലവുമുള്ള തൻ്റെ വാൾ കൊണ്ട് വിദ്രുത സർപ്പമായ ലിവ്യാഥാനെയും വക്രസർപ്പമായ ലിവ്യാഥാനെയും സന്ദർശിക്കും. സമുദ്രത്തിലെ മഹാസർപ്പത്തെ അവൻ കൊന്നുകളയും. അന്ന് നിങ്ങൾ മനോഹരമായൊരു മുന്തിരി തോട്ടത്തെപ്പറ്റി പാട്ടുപാടുവീൻ. യഹോവയായി ഞാൻ അതിനെ സൂക്ഷിക്കും. ക്ഷണം പ്രതി ഞാൻ അതിനെ നനയ്ക്കും. ആരും അതിനെ തൊടാതിരിക്കേണ്ടതിന് ഞാൻ അതിനെ രാവും പകലും സൂക്ഷിക്കും. ക്രോധം എനിക്കില്ല. യുദ്ധത്തിൽ പറക്കാരെയും മുൾപടർപ്പും എനിക്ക് വിരോധമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. ഞാൻ അവയുടെ നേരെ ചെന്ന് അവയെ ആകപ്പാടെ ചുട്ടുകളയുമായിരുന്നു. അല്ലെങ്കിൽ അവൻ എന്നെ അഭയം പ്രാപിച്ച് എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. അതെ, അവൻ എന്നോട് സമാധാനം ചെയ്തു കൊള്ളട്ടെ. വരുംകാലത്ത് യാക്കോബ് വേരൂന്നുകയും ഇസ്രയേൽ തളിർത്തു പൂക്കുകയും അങ്ങനെ ഭൂതലത്തിൻ്റെ ഉപരിഭാഗം ഫലപൂർണമാകുകയും ചെയ്യും. അവനെ അടിച്ചവരെ അടിച്ചതുപോലെയോ അവൻ അവനെ അടിച്ചത്? അവനെ കൊന്നവരെ കൊന്നതുപോലെയോ അവൻ കൊല്ലപ്പെട്ടിരിക്കുന്നത്? അവരെ ഉപേക്ഷിച്ചതിനാൽ നീ മിതമായിട്ട് അവളോട് വാദിച്ചു. കിഴക്കൻ കാറ്റുള്ള നാളിൽ അവൻ കൊടുങ്കാറ്റുകൊണ്ട് പാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് യാക്കോബിൻ്റെ അകൃത്യത്തിന് പരിഹാരം വരും. അവൻ്റെ പാപത്തെ നീക്കിക്കളഞ്ഞതിൻ്റെ ഫലമെല്ലാം ഇതാകുന്നു. അവൻ ബലിപീഠത്തിൻ്റെ കല്ലൊക്കെയും ഇടിച്ച് തകർത്ത ചുണ്ണാമ്പ് കല്ലുപോലെ ആക്കുമ്പോൾ അശേരാ പ്രതിഷ്ഠകളും സൂര്യസ്തംഭങ്ങളും ഇനി നിവർന്ന് നിൽക്കയില്ല. ഉറപ്പുള്ള പട്ടണം ഏകാന്തവും മരുഭൂമി പോലെ നിർജ്ജനവും ശൂന്യവുമായിരിക്കും. അവിടെ കാളക്കിടാവ് മേഞ്ഞുകിടന്ന് അവിടെയുള്ള തളിരുകളെ തിന്നുകളയും. അതിലെ കൊമ്പുകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു വീഴും. സ്ത്രീകൾ വന്ന് അത് പെറുക്കി തീ കത്തിക്കും. അത് തിരിച്ചറിവില്ലാത്ത ഒരു ജാതിയല്ലോ. അതുകൊണ്ട് അവരെ നിർമ്മിച്ചവന് അവരോട് കരുണ തോന്നുകയില്ല. അവരെ മനഞ്ഞവൻ അവർക്ക് കൃപ കാണിക്കുകയുമില്ല. അന്നാളിൽ യഹോവ നദി മുതൽ മിസ്രയീം തോടുവരെ കറ്റമെതിക്കും. ഇസ്രായേൽ മക്കളെ, നിങ്ങളെ ഓരോന്നായി പെറുക്കിയെടുക്കും. അന്നാളിൽ മഹാകാകളം ഊതും. അശൂർ ദേശത്ത് നഷ്ടമായവരും മിസ്രയീം ദേശത്ത് ഭ്രഷ്ടരായവരും വന്ന് യെരൂശലേമിലെ വിശുദ്ധ പർവ്വതത്തിൽ യഹോവയെ നമസ്കരിക്കും. ഇസ്രായേലിനെ ഒരു മുന്തിരിത്തോട്ടത്തോട് ഉപമിച്ചിരിക്കുകയാണ് ഇതിൻ്റെ 2-ാം വാക്യത്തിൽ. 5-ാം അധ്യായവും മുന്തിരിത്തോട്ടത്തോട് ഉപമിക്കുന്നതാണ്. 5-ലെ വിഷയം ഇസ്രായേൽ എന്ന മുന്തിരി കാട്ടുമുന്തിരിങ്ങ കായ്ച്ചത് അവരുടെ തന്നെ പാപം മൂലം ആണെന്നാണ്. ദൈവം രാപ്പകൽ ഇസ്രായേലിനെ കാക്കുകയായിരുന്നു എന്നാണ് 27-ന്റെ 3-ാം വാക്യം. എന്നാൽ അവർ നിഷ്ഫലമായിരിക്കുന്നത് അവരുടെ പാപം മൂലം മാത്രമല്ല, സമുദ്രത്തിലെ ലിവ്യാഥാൻ മൂലവും ചിലർ മുള്ളും പറക്കാരെയും വിതച്ചത് മൂലവുമാണെന്നാണ് ഈ അധ്യായം പറയുന്നത്. 1-ാം വാക്യത്തിൽ സമുദ്രത്തിലെ ലിവ്യാഥാൻ എന്നുദ്ദേശിക്കുന്നത് ദ്വീപ് രാജ്യങ്ങളെക്കുറിച്ചാകാം. അതുകൊണ്ട് ദൈവം അവരെ കൊല്ലുമെന്നാണ്. ഇസ്രായേലിനെ ഉപദ്രവിക്കുന്ന സമുദ്ര രാജ്യങ്ങളെ ദൈവം ന്യായം വിധിക്കുമെന്നർത്ഥം. അതുപോലെ ഇസ്രായേൽ എന്ന മുന്തിരിത്തോട്ടത്തിന് ഉപദ്രവം ചെയ്യുന്ന മുള്ളും പറക്കാരിയുമാകുന്ന രാജ്യങ്ങൾ ചുട്ടുകളയപ്പെടാതിരിക്കാൻ ദൈവത്തോട് സന്ധി ചെയ്യട്ടെ എന്നാണ് 4-5 വാക്യങ്ങൾ പറയുന്നത്. ഇസ്രായേലിനെ ഉപദ്രവിച്ചവരെ ദൈവം കഠിനമായി ശിക്ഷിച്ചു. എന്നാൽ സ്വന്തം ജനമായ ഇസ്രായേലിൻ്റെ പാപത്തിന് ലളിതമായ ശിക്ഷയെ ദൈവം നൽകിയിട്ടുള്ളൂ എന്ന് 7-8 വാക്യങ്ങൾ പറയുന്നു. അവരെ ശിക്ഷിച്ചതുപോലെ ഞാൻ നിങ്ങളെ ശിക്ഷിച്ചോ എന്ന് ദൈവം ചോദിക്കുകയാണ്. ഇസ്രായേൽ സകല ലോകത്തിനും ഫലം നൽകുന്ന ഒരു ജനപദം ആകുമെന്ന് 6-ാം വാക്യം പറയുന്നു. അതിന് കാരണം അവർ സകല വിഗ്രഹങ്ങളെയും ചുണ്ണാമ്പ് കല്ല് പോലെ ഒടിച്ച് കളഞ്ഞു. അതാണ് 9-ാം വാക്യം പറയുന്നത്. എന്നാൽ ദൈവത്തിന് പ്രവേശനമില്ലാതെ കോട്ട കെട്ടി അടച്ച രാജ്യങ്ങൾ ശൂന്യമാകും.
പ്രകൃതിക്ഷോഭം ഉണ്ടാകും, അവ വരണ്ടു പോകും. ദൈവം അവരോട് കരുണ കാണിക്കയില്ല എന്നാണ് 10-11 വാക്യങ്ങൾ പറയുന്നത്. സകല സ്ഥലത്തു നിന്നും യഹൂദന്മാരെ യെരുശലേമിൽ കൂട്ടിവരുത്തി അവർക്കൊരുമിച്ച് ആരാധിക്കുവാൻ, സന്തോഷിക്കാൻ ദൈവം അവസരം കൊടുക്കും. അത് ദൈവരാജ്യത്തിൻ്റെ കാര്യമാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഇസ്രായേൽ രാജ്യം നമുക്കറിയാം. അതായത് യേശുക്രിസ്തുവിൻ്റെ മരണശേഷം അവർ AD 70 സകല രാജ്യങ്ങളിലേക്കും ചെതറിപ്പോകാനിടയായി. പക്ഷേ അവരുടെ വളർച്ചയിൽ അസൂയ തോന്നിയ ആളുകൾ അവരെ പീഡിപ്പിക്കാൻ തയ്യാറായി. ഏകാധിപതികളും അതുപോലെ വിവിധ കക്ഷി രാഷ്ട്രീയക്കാരും അവരെ പീഡിപ്പിക്കാനിടയായി. എന്നാൽ ദൈവം പറയുന്നത് അവര് ദൈവത്തോട് നിലവിളിച്ചു. ദൈവം അബ്രഹാമിനോട് ചെയ്ത നിയമം ഓർത്തു. അതുകൊണ്ട് തന്നെ നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞിട്ടും ഇസ്രായേൽ നിലനിൽക്കുകയാണ്. അവരുടെ ശക്തി ക്ഷയിച്ചിട്ടില്ല. അവരുടെ ചുറ്റുമുള്ള രാജ്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് സമുദ്ര രാജ്യങ്ങളൊക്കെ അവരെ കണ്ടമാനം ഞെരുക്കുന്നുണ്ട്. പക്ഷെ ദൈവം പറയുന്നത്, ഞാൻ അവരെ സമുദ്രത്തിലെ ലിവ്യാതാനെ ഞാൻ തകർക്കുമെന്നാണ്. സമുദ്ര രാജ്യങ്ങളെ, ഇസ്രായേലിനെ ഉപദ്രവിക്കുന്നവരെ ദൈവം തകർക്കുമെന്നാണ്. അതുപോലെ ഇസ്രായേലിൻ്റെ വളർച്ചയ്ക്ക് തടസ്സമായി മുള്ളും പറക്കാരെയും വിതയ്ക്കുന്ന ആളുകളെയും ദൈവം ശിക്ഷിക്കും എന്നാണ്. എന്നാൽ ഇസ്രായേലിനെ താൽക്കാലികമായ ഒരു ശിക്ഷ നൽകി ദൈവം ശുദ്ധീകരിക്കും. വടക്കേ രാജ്യമായ ഇസ്രായേൽ അശൂരിൻ്റെ അടിമകളായി, തെക്കേ രാജ്യമായ യഹൂദ ബാബേലിന് അടിമകളായി. എന്നാൽ അവർ അവിടെ വെച്ച് നിലവിളിച്ചു, യഥാസ്ഥാനപ്പെട്ടു. അവരുടെ വിഗ്രഹങ്ങളെ അവർ ഉപേക്ഷിച്ചു. അതിനാൽ ദൈവം അവരെ മടക്കി വരുത്തി. കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ദൈവം അവരെ പരിപാലിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അവരുടെ പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദാനം വിശ്വസ്തനായ ദൈവം നിവർത്തിക്കുകയാണ്. അവരിൽ പലരും യേശുവിനെ കുരിശിച്ച ആ തെറ്റ് ഏറ്റുപറഞ്ഞ് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് യേശുവിനെ ആരാധിക്കുന്നുണ്ട്. അതാണ് ദൈവത്തിന് അവരോട് ആർദ്രത തോന്നാൻ കാരണം. ഏറെ താമസിയാതെ യെരുശലേം ആസ്ഥാനമാക്കി കർത്താവ് ദൈവരാജ്യം സ്ഥാപിക്കുമ്പോൾ ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തു നിന്നും യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച ആളുകൾ ആ ദൈവരാജ്യം അനുഭവിക്കുവാൻ ഉണ്ടാകും. അതാണ് ബൈബിൾ തരുന്ന സന്ദേശം. പ്രത്യേകിച്ച് ഈ അധ്യായം തരുന്ന സന്ദേശം, കർത്താവിനെ സ്നേഹിച്ച് ദൈവരാജ്യത്തിനായിട്ട് ഒരുങ്ങുവാൻ ദൈവം എവരെയും സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.